മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അലീന ചോദിക്കുകയാണ് സ്റ്റാലിൻ്റെ അടുത്ത്. ഞാനാണെങ്കിൽ റൂമിൽ വന്നപ്പോഴത്തേക്കും മദ്യപിക്കുന്നത് കണ്ടു. എനിക്കത് ഇഷ്ടമില്ല. ഞാൻ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് പോലും ഇങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ അച്ഛാന്ന് നീ വിളിച്ചില്ല, പക്ഷേ നീ ബാലചന്ദ്രനെ 100 പ്രാവശ്യം അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ പപ്പാന്ന് പോലും വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയുള്ളൊരു അടുപ്പം എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ അങ്ങനെയാണ് വളർന്നത്. ഞാനൊരു ഓഫനേജിലായതുകൊണ്ട് അവിടെയും കുറേ പരിധിയുണ്ട്. അവിടെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സൗഭാഗ്യവുമില്ല. പക്ഷേ ഞാൻ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അങ്കിളെന്ന് ആദ്യം വിളിച്ചു തുടങ്ങിയത്. അവിടെ നിന്നപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ എല്ലാ സൗകര്യവും അത് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈജയന്തി എന്ന എൻ്റെ അമ്മയ്ക്ക് അതൊന്നും അറിയില്ല എങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ അറിയുന്ന നിമിഷം ഇപ്പോൾ പോലും അടുത്തുണ്ടാവില്ല. അത് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്കൊരു സങ്കടമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാലിൻ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം മാറണം, ചിന്തകളെല്ലാം മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ വളർന്ന ചുറ്റുപാട്, അന്തരീക്ഷം അതൊന്നും എനിക്ക് പെട്ടെന്ന് പോകില്ല. എനിക്കാണെങ്കിൽ കുറേ സ്നേഹിക്കാനും അതുപോലെ തന്നെ ലാളിക്കാനും കുറേ അമ്മമാരും കുറേ അനിയത്തിമാരും എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോഴും ഞാൻ അവരുമായിട്ട് നല്ല കൂട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ എനിക്ക് അനിയത്തിമാരെ കിട്ടി. കൃഷ്ണയും അതുപോലെ ബബിത, ഒരനിയൻ, ഇവരെല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. എനിക്കവരെ പിരിഞ്ഞ് അവസാനം വരാൻ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകൾ അവരാണെങ്കിൽ അറിയില്ല ഞാനാണെങ്കിൽ സ്വന്തം ചേച്ചിയാണെന്ന് പോലും. എന്നാൽ എനിക്ക് പറയാമായിരുന്നു, എന്തിനാ വേറെ ഒരു പ്രശ്നവും ഞാനായിട്ട് ആ വീട്ടിലുണ്ടാക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഇനി മറക്കണം. ഇവിടെ വന്നു രാജകുമാരനെ പോലെ എൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണം എന്നൊക്കെ അലീനയുടെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തെന്ന് പറയണമെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നെ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവിട്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെയാണെങ്കിൽ കുറേ ഓർമ്മകൾ ഇനി ഓർമ്മിക്കാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കൂടുതൽ ഓർമ്മകളൊന്നും വേണ്ട എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും അച്ഛാന്ന് വിളിച്ചത് ബാലചന്ദ്രനെ ആണെങ്കിലും എനിക്കത് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. എന്നെ പപ്പാന്ന് പോലും ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒരു സ്നേഹവും ഒരു അച്ഛൻ്റെ ലാളനയും എല്ലാം തന്ന മനുഷ്യനാണ്. ഞാനത് ഒരിക്കലും മറക്കില്ല. ആദ്യമായിട്ട് ഞാൻ ഒരാളെ അച്ഛാന്ന് വിളിച്ചത് അത് അങ്കിളിനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും അച്ഛാന്ന് വിളിച്ചില്ല എങ്കിലും എന്നെ പപ്പാന്നെങ്കിലും ഇനി എന്നെ വിളിക്കണം എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജോലിക്കാരെല്ലാം പറയുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യേണ്ട, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ എന്നും കയറിയാലും ഇങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ എനിക്ക് ആഹാരം വെക്കുന്നതും കഴിക്കുന്നതും അതാ ഇഷ്ടം. അല്ലാതെ ഒരാൾ ഉണ്ടാക്കി തന്ന് കഴിച്ച് എനിക്ക് ശീലമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ശീലങ്ങളെല്ലാം ഇനി മാറ്റണം. ഞങ്ങൾ ജോലി ചെയ്താൽ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് വഴക്ക് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാലൊന്നും അനുസരിക്കുന്നില്ല. അടുക്കള കയറി ജോലിയൊക്കെ ചെയ്യുക. പിന്നെ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നിങ്ങളൊന്നും ഒരു തടസ്സവും നിൽക്കണ്ട. അവളെ ഒരു രീതിയിലും ആരും വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭയങ്കര ഒരു അസൂയ പോലെ തോന്നുന്നുണ്ട് ഈ ജോലിക്കാർക്ക് എല്ലാവർക്കും. എന്തായാലും ഇപ്പോൾ വന്ന് കയറിയ ആ കുട്ടിക്ക് ഇപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഇവൾ ആരാ എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നു പരസ്പരം. അങ്ങനെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ആ കൊണ്ടാക്കിയ അതാ വീട്ടിലാണ് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വീട്ടുജോലിക്കാരിയായിരുന്നു. ഞാനാണെങ്കിൽ ജോലി ചെയ്ത് ഞാൻ അവിടെ ജീവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രം ഇവിടെ പറയില്ലെന്ന് സ്റ്റാൻലി ജോസഫ് അവരുടെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത് സ്റ്റാൻലി. എന്തായാലും കുഴപ്പമില്ല, നീ വേറെ ആരും അറിയാൻ പാടില്ല. നീ എൻ്റെ മകൾ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന വിളിക്കുന്നുണ്ട് മനുവിനെ കുറേ നാളായിട്ട് സംസാരിച്ചിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിക്കുന്ന സമയത്ത് മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
എന്നും ഇതുപോലെ തന്നെ ചിന്തിക്കാറുണ്ട്. ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അത് ഇവിടെയാണെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ആ വീട് പോലെ ഒന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് കുഴപ്പമില്ല, നീ ആണെങ്കിൽ അവിടെ പോയതല്ലേ ഉള്ളൂ, ഇനിയെല്ലാം ശരിയാവും. ഞങ്ങളോ അതുപോലെ തന്നെ ആരുമല്ലല്ലോ നിന്നെ ഓടിച്ചിട്ടത്, നിൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് നല്ലൊരിടമാണ് അങ്കിൾ കണ്ടെത്തിയത്. അതുകൊണ്ട് ഞാനും ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മനുവേട്ടനെ അറിയായിരുന്നോ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, പക്ഷേ ഞാനൊന്നും പറയാത്തതാ എന്ന് മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഫോണും ചെയ്ത് വെച്ചിട്ട് വീണ്ടും വിളിക്കുന്ന അനിയത്തിമാരെ, അവർക്കാണെങ്കിൽ ഫോണും കൊണ്ട് ഓടുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. ആ സമയത്ത് അലീനയുടെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ വൈജയന്തി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഫോൺ കൊണ്ട് ഓടുക. എന്തിനാണ് ഓടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ. അങ്ങനെ പറയുക, അത് വിളിക്കുന്നത് അലീന ചേച്ചിയാണ് എന്നൊക്കെ വൈജയന്തി പറയണത് മിണ്ടാതെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള പട്ടികളെയും അതുപോലെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, ഒറ്റയ്ക്കല്ലേ, വേറെ പെണ്ണുങ്ങളൊന്നും ആരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഇവിടെയാണെങ്കിൽ അവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാനിവിടെയും, എന്നെക്കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവരെ കൊണ്ട് ഞാനൊരു ശല്യം ഉണ്ടാക്കില്ല, എന്നെക്കുറിച്ച് അറിയാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും കൃഷ്ണ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ശല്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നല്ലോ, പക്ഷേ ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഓടി വരുന്നുണ്ട് വൈജയന്തി, ഫോൺ കട്ടാക്കണം, ഇവിടെയാണെങ്കിൽ ആരെയും വിളിക്കാൻ പാടില്ല, അവളിവിടെ പോയിട്ട് എന്തിനാണ് ഇവിടെ വിളിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തിയുടെ ശബ്ദമാണെന്ന് അലീന മനസ്സിലാക്കുകയും അലീന പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക, നീ എന്തിനാ അവരെ ശല്യം ചെയ്യുന്നേ, അവർ ഫോൺ ചെയ്തെന്ന് പറഞ്ഞ് നിനക്കെന്താ കുഴപ്പം, നീ ഇവിടെ വന്ന് വീണ്ടും വഴക്കിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന്, അതും ആ നശിച്ചവൾ, അവൾ എന്തിനാ ഇവിടെ വിളിക്കുന്നേ, അത് വിളിക്കട്ടെ, ഇഷ്ടമുള്ളവർ വിളിക്കും, നീ എന്തിനാ ഇതിന് തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കാരണമാണ് ഈ വീട്ടിൽ ഇതെല്ലാം പ്രശ്നമുണ്ടെന്ന് നീ പറയുന്നു എന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനല്ലല്ലോ പറഞ്ഞത്, ഇവിടെ എല്ലാവർക്കും അറിയാം ആര് കാരണമാണ് ഇവിടെ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. ഇനി പറയാൻ്റെ ഒരു താല്പര്യമില്ല, എന്തായാലും ഞങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം, ഇത് ചേച്ചി കേട്ട് അത് ഫോൺ കട്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കട്ടാക്കിയാൽ എന്താ, അത് നിങ്ങളിനി ഈ വീട്ടിൽ വിളിക്കാൻ പാടില്ല, വിളിക്കുന്നവർ അവളെ കൂടെ അങ്ങ് പൊയ്ക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയാണോടി തീരുമാനിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇത് കേട്ടത് വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രനോട് ചോദിക്കുക, ഞാനിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഇല്ലാത്തത്, ഞാനാണെങ്കിൽ എൻ്റെ ഒരു വില പോലും കൽപ്പിക്കുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞാലും മക്കളും അച്ഛനും കേൾക്കുന്നില്ല, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നിനക്കറിയാലോ, നീ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് വിചാരിച്ച് എന്ത് പറയില്ല എന്ന് മിണ്ടാതിരുന്നിട്ടാ നീ ഇതെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി എന്നെക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കരുത്, നീ ഒന്നും പറയിപ്പിക്കരുത്, നീ നല്ലവളാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താ എൻ്റെ പെരുമാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നീ തനിയെ നീ ആലോചിച്ച് നോക്കിയാൽ മതി, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടില്ലേ നിനക്ക് ആലോചിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് എൻ്റെ പണ്ടത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത്, ആദ്യം ഇപ്പോൾ ഇവിടുത്തെ ഈ വീട്ടിലെ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ല, ചിന്തിക്കേണ്ടി ഇരിക്കുന്നുണ്ട് വൈജയന്തി, അത് നീ ചിന്തിക്കുക, അപ്പോൾ നിനക്ക് അതിന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തിയാണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക. എന്തുദ്ദേശത്തിലാണ് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ വാക്കുകൾ കുറേ പേരെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് മടുത്തു, ഇനി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെ വിളിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നതും അച്ഛനും മക്കൾക്കും തുടങ്ങി വീണ്ടും ആ അലീനയെ വിളിക്കാൻ, അവളെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അയാളാണെങ്കിൽ ഇതിന് സപ്പോർട്ട്. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്, ഫോണിൽ വിളിക്കുകയില്ലേ, അവൾ ആ വീട്ടിൽ നിന്ന് നീ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയില്ലേ, ഇനി എന്തിനാ നീ പ്രശ്നം ഉണ്ടാക്കുന്നത് വൈജയന്തി, ഇനിയെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി അവിടെ നിന്നോണം, മക്കളെ കാര്യം നോക്കി, അല്ലാതെ നീ പ്രശ്നം ഉണ്ടാക്കാനല്ല തിരിച്ചങ്ങോട്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ആ ബാലചന്ദ്രൻ തന്നെയാണ് കൂറ്, ഞാൻ എന്ത് പറഞ്ഞാലും ഒരിതും കാണിക്കുന്നില്ല. അത് ഈ അലീന ഈ വീട്ടിൽ വന്നേ പിന്നെ മാത്രമാണ് ഈ മാറ്റം ഉണ്ടായത്, പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അത് വൈജയന്തി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ വിളിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് പറയുന്നുണ്ട് വൈജയന്തി, ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്തായാലും ഇതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ അതുവഴി വരുന്നുണ്ട്. കൃഷ്ണ പറയുക, ഇനി ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമില്ല, ഇവിടെ ആരാണോ ശല്യം അമ്മയ്ക്കായിരുന്നത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഇനിയെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാനൊന്ന് നോക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ വീട്ടിലെ ഒരു സമാധാനക്കേട് ഇപ്പോഴുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണോ നിങ്ങൾക്ക് സമാധാനക്കേട്? അമ്മയല്ല, പക്ഷേ അമ്മ ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടിട്ട് പോയില്ലേ, ഞങ്ങളെ അപ്പം നോക്കിയതൊക്കെ ആരാ എന്നൊക്കെ ചിന്തിക്കണ്ടേ? ഇപ്പോഴത്തേക്കും ഓരോ കാര്യം പറഞ്ഞ് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കാനാണ് അമ്മയ്ക്കറിയാവുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് നിർത്തിക്കോണം, എല്ലാവരും പോയി ഇന്ന് പഠിക്കാൻ നോക്കണം, അല്ലാതെ എപ്പോഴും അലീന അലീന എന്നാണ് വിളിച്ചുകൊണ്ട് നടക്കരുത്. എനിക്കാണെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നത് എന്നെ ഇഷ്ടമില്ല. അങ്ങനെ സ്റ്റാൻലി ജോസഫിനെ വിളിക്കുകയാണ്. സ്റ്റാൻലി ജോസഫിൻ്റെ അപ്പച്ചൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, അവളെ എന്തിനാ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, എവിടെയെങ്കിലും പറഞ്ഞയച്ചുകൂടായിരുന്നോ? എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീയാണെങ്കിൽ ആരുടെ ആലോചിച്ചിട്ടാ നീ ആ വീട്ടിൽ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ എന്തിനാ അവിടെ താമസിച്ചിരിക്കുന്നത്, അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം, അത് ഞാൻ അങ്ങോട്ട് വന്നാലേ തീരുമാനമാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയൊന്നും പറയില്ല അപ്പച്ച, എൻ്റെ മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശരി തന്നെയാണ്, പക്ഷേ ഇത്രയും നാൾ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കാര്യങ്ങളെല്ലാം അപ്പച്ചനറിയാമല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിനക്കിപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അപ്പച്ചൻ വരുന്നുണ്ട്. വന്ന് കയറിയ ഉടനെ തന്നെ ജോലി ചെയ്യുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെയുണ്ട്, ഇവിടെ ഒരു പുതിയ അതിഥി വന്നെന്ന് പറഞ്ഞു, പട്ടിയാണോ പൂച്ചയാണോ, എടുത്ത് കളയുണ്ടെങ്കിൽ എടുത്ത് കളയ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ആരെ കളയുന്ന കാര്യമോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അത് നിനക്കറിയാമല്ലോ ആരെയാണെന്ന്, ഇവിടെ ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്ന ആരോ അതിനെ എടുത്ത് പുറത്തെറിയുക, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ എന്ത് തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്, എൻ്റെ ഒരു കാര്യം നീ ചോദിച്ചായിരുന്നോ എന്നൊക്കെ വന്ന ഉടനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പച്ച അങ്ങനെയൊന്നും പറയരുത്, ഞാനാണെങ്കിൽ പറഞ്ഞതല്ലേ ഞാൻ കൊണ്ടുവരുമെന്ന് ഇവിടെ അലീനയെ, പക്ഷേ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയരുത്, നീ കാണുമ്പോൾ തന്നെ അപ്പച്ചന് എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാണും, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിൽ അവൾക്ക് 23 വയസ്സായി, കല്യാണം കഴിപ്പിച്ച് വിടുക, അല്ല എങ്കിൽ ഈ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഒഴിവാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ നടക്കാത്ത കാര്യമാണ്, അതിനെക്കുറിച്ച് പറയരുത് എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും അപ്പച്ചനൊന്ന് ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അലീനയെ വിളിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ അലീന അടുത്തേക്ക് വരുന്നുണ്ട്. അടുത്തേക്ക് വന്നതും കണ്ടതും ഉടനെ തന്നെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പച്ചൻ. എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതെന്ന് ആലോചിക്കുകയാണ് അലീനയും. അങ്ങനെ ആ സമയത്ത് അപ്പച്ചൻ നോക്കുന്നുണ്ട് അത് സ്റ്റാൻലി ജോസഫിനെ. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ ഇനി പോകണമെന്ന് അപ്പച്ചൻ തന്നെ തീരുമാനിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുക, അയ്യോ നിൻ്റെ അമ്മച്ചി തന്നെയാണ്, എന്തായാലും എന്ത് ചെയ്യാനാ, അതേപോലെ തന്നെയാണ്, ഒരു രൂപം ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിയിരിക്കുക. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ വന്നത് എന്നെ ഈ വീട്ടിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയല്ലേ എന്ന്. അയ്യോ ആരാ പറഞ്ഞത് എന്നൊക്കെ എന്നാൽ പറഞ്ഞുകൊണ്ട് വന്ന ആ രീതി മാറ്റിയിട്ട് വീണ്ടും അലീനയെ കണ്ടതും ഭാവമാറ്റം കണ്ടിട്ട് സ്റ്റാൻലിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. സ്റ്റാൻലി പറയുക, ഞാനും ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി, എന്നാൽ എൻ്റെ അമ്മച്ചി അതിൻ്റെ തനി രൂപം തന്നെയാണ് ഈ അലീന, അത് ശരി തന്നെയാണ്, ഒരു മാറ്റവുമില്ല, ഫുള്ള് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ആ രീതിയിലുള്ള നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ ആണെങ്കിൽ ജീവിത സഖിയായിരുന്ന അവളെ പോലെ തന്നെയായിരിക്കുന്നത്, ഞാനത് എന്ത് പറയാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചനിപ്പോൾ ഒന്നും പറയാൻ കാണില്ല, എന്തായാലും അപ്പച്ചനൊന്ന് അവിടെ ഇരിക്കുക, സമാധാനപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്, അത് ഞാൻ മാറ്റിയിരിക്കുന്നു ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. എന്താ അപ്പച്ചാ മാറ്റിയെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ഒരു ചായ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയെ കൊടുത്ത് പോകുന്നുണ്ട് അടുക്കളയിൽ പോയിട്ട് പറയുക, മോൾക്ക് ഈ വീടൊക്കെ ഇഷ്ടമായോ, മോൾ ഇത്രയും കാലം എവിടെയായിരുന്നു, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ബേക്കിൽ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അലീനയുടെ അടുത്ത്. ആ സമയത്ത് പറയുക,
ഞാനാണെങ്കിൽ ഇവിടെ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി വന്നത് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജോലിക്കാരൻ പറയുക, അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ അടുത്ത് വന്നപ്പം പറഞ്ഞുകൊണ്ട് വന്നത്, നീ ഒന്നും മിണ്ടായിരിക്കുക, ബാക്കിയെല്ലാവരും പുറത്തു പോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് അലീന, ഞാനാണെങ്കിൽ ചായ തരാം, അത് കുടിക്കാദ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പച്ചനാണെങ്കിൽ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ച ഉടനെ തന്നെ അലീനയെ നോക്കുന്നുണ്ട്. ഇത് ഞാനാണെങ്കിൽ എന്താ പറയാൻ, ഞാൻ പണ്ട് കുടിച്ചിട്ടുള്ള അതേ ചായയുടെ സ്വാദും തന്നെയാണ്, എന്തായാലും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ്റെ അമ്മച്ചി എങ്ങനെയോ അതുപോലെ തന്നെയാണ് നീ ഇരിക്കുന്നത്, ഞാൻ അതിശയിച്ചു പോയി മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഭയങ്കര സന്തോഷത്തിൽ ചിന്നമ്മേരെ പോലെ തന്നെയാണ് തനി പകർപ്പ്. ഞാൻ എന്താ പറയാൻ വേണ്ടി, ഞാനാണെങ്കിൽ വന്നതുപോലെയല്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാലിൻ്റെ അടുത്ത്. അപ്പച്ചനാണെങ്കിൽ ഞാൻ വിചാരിച്ചു കാണുമ്പം ഇങ്ങനെയായിരിക്കുമെന്ന്, ഞാനും ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, പക്ഷേ നിൻ്റെ അമ്മച്ചിയുടെ തനി രൂപം തന്നെയാണ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുകയില്ല, ഇവിടുന്ന് പോകാൻ പാടില്ല, അവൾ ഈ വീട്ടിൽ തന്നെ രാജകുമാരിയെ പോലെ കഴിയേണ്ട മോള് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചന് ഇപ്പോഴെനിക്കൊരു മാറ്റം വന്നല്ലോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ്, പക്ഷേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്നേഹത്തിന് വേണ്ടി അലയേണ്ടി വന്നിട്ടുണ്ട്. ഇനി പക്ഷേ അതൊന്നും ഉണ്ടാവരുത്, അവൾക്കിവിടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഞാനത് ബാലചന്ദ്രന് കൊടുത്ത വാക്കുവാണ്. അവരാണെങ്കിൽ അത്രയും പൊന്നുപോലെ ആ വീട്ടിൽ നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ പാടില്ല നീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചനാണെങ്കിൽ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് ഞാനത് തീരുമാനിച്ച കാര്യം തന്നെ അപ്പച്ചൻ പറയുന്നത്, പക്ഷേ ഞാനാണെങ്കിൽ ഒരു കാര്യം കൂടെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വന്ന ഒരു മാറ്റം അലീനയ്ക്ക് ആവശ്യമാണ്, അത് എത്രയും പെട്ടെന്ന് ആ രീതിയിൽ കൊണ്ടുവരിക നമ്മളെ ഒപ്പം, അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പച്ചൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ ഞാൻ കൊടുത്ത വാക്ക് തന്നെ ബാലചന്ദ്രന് അത് തന്നെ നടപ്പിലാക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പച്ചൻ്റെ അടുത്ത്. ഇത് കേട്ടതും ഉടനെ തന്നെ പറയുക, ഇനി ആര് തന്നെ ഇങ്ങോട്ട് അവളെ കാണാനോ വരാനോ പാടില്ല, അതിനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, ഞാനാണെങ്കിൽ ഈ സത്യം പറഞ്ഞ ആ അലീനെ കണ്ട് ഞെട്ടിപ്പോയി, ചായ കുടിച്ചതിൻ്റെ ടേസ്റ്റ് വരെ എൻ്റെ ചിന്നമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അത്രയ്ക്ക് ഒരു സാമ്യ വ്യത്യാസവും ഇല്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇത്രയും സാമ്യമായിരിക്കുമോ, അതാ ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞ എനിക്ക് വാക്കുകളില്ല എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത്. ഇത് കേട്ടത് ചിരിച്ചുകൊണ്ട് നിൽക്കുക സ്റ്റാൻലി ജോസഫ്.